ഷാഫി പറമ്പിൽ എംപിയെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ലക്ഷ്യം വെച്ച് ചാണ്ടി പക്ഷക്കാരനായ JS അഖിൽ നടത്തിയ പ്രസംഗം ഇങ്ങനെ: പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ മാത്രമായിട്ട് ഒരു പ്രകസനം നടത്തുന്ന കുറെ ആളുകൾ എത്രമാത്രം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോട് ആത്മാർത്ഥത കാണിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതുമാകുന്നു. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിൽ നിന്ന് ഭിന്നിച്ചു നിന്നാണ് ചാണ്ടി ഉമ്മൻ പക്ഷം വോട്ട് ചെയ്തത്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റായി. ചാണ്ടിയും സംഘവും സംഘടനാപരമായി ശത്രുപക്ഷത്തുമായി. ഔട്ട്റീച്ച് സെല്ലിന്റെ അധ്യക്ഷ പദവിയായിരുന്നു സംഘടനാ പ്രവർത്തനത്തിലുള്ള പിടിവള്ളി. കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വം പദവിയിൽ നിന്ന് ചാണ്ടിയെ നീക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമാണ് ചരട് വലിച്ചതെന്ന് ചാണ്ടി പക്ഷം ഉറപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനം മുതൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിലാണ് സമാന്തര പ്രവർത്തനം. ഉമ്മൻചാണ്ടി സാറിന്റെ പിന്മുറ അത് പേറുവാൻ ഏറെ അവകാശമുള്ളത് സാക്ഷാൽ ചാണ്ടി ഉമ്മന് തന്നെയാണ്. ആ അവകാശമൊന്നും അട്ടിമറിക്കാൻ വേറെ ആർക്കും കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ചടങ്ങിൽ പറഞ്ഞുകൊള്ളുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പുതുപ്പള്ളി ഭാഗങ്ങളിൽ ഉയർത്തിയ ചില പോസ്റ്ററുകൾ ചാണ്ടി പക്ഷം നീക്കിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുണച്ചയുടെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളും അതൃപ്തിയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് 2ാം തവണയും ക്ഷണിച്ചതും വേദിയിൽ വെച്ച് പ്രശംസിച്ചതും പാർട്ടിയിൽ വലിയ മുറുമുറുപ്പ് ഉണ്ടാക്കിയതിന് പിന്നാലെയാണ് പോര് പ്രഖ്യാപിച്ചുള്ള ചാണ്ടി ഉമ്മന്റെ പുതിയ നീക്കം.